നമസ്കാരം, ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ സെക്രട്ടറി ആന്റോണിയോ ഗുട്ടറസ് വത്തിക്കാനിലെത്തി ലിയോ 14 പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തി. കഴിഞ്ഞ ദിവസം പോളാറാമൻ ഹാളിൽ പരിപാടിക്ക് മുൻപായിരുന്നു കൂടിക്കാഴ്ച നടന്നത്. മാർപ്പാപ്പയുമായുള്ള സ്വകാര്യ കൂടിക്കാഴ്ചയെക്കുറിച്ച് വത്തിക്കാൻ വിശദാംശങ്ങൾ നൽകിയിട്ടില്ലെങ്കിലും സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റുമായുള്ള സംഭാഷണത്തിനിടെ ലോകസമാധാനത്തിനായുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടലിന് പരിശുദ്ധ സിംഹാസനത്തിന് പിന്തുണ തേടിയതായി റിപ്പോർട്ടുണ്ട്. കൂടിക്കാഴ്ചയ്ക്കിടെ ഇരുവരും സമ്മാനങ്ങൾ കൈമാറി. ക്രിസ്തു വിശ്വാസത്തിൽ അടിയുറച്ചു നിന്ന് അഴിമതിക്കും കോഴയ്ക്കുമെതിരായി പോരാടിയ കോങ്കോ രക്തസാക്ഷിയായ ഫ്ലോറിബർത്ത ചൂയി വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക്. ജൂൺ 15 ഞായറാഴ്ച വാഴ്ത്തപ്പെട്ട പ്രഖ്യാപനം നടക്കും. റോമിലെ വിശുദ്ധ പൗലോസിന്റെ ബസിലിക്കയിൽ ഞായറാഴ്ച നടക്കുന്ന തിരുക്കർമ്മത്തിൽ വിസ്തൃത നാമകരണ നടപടികൾക്കായുള്ള സംഘത്തിന്റെ അധ്യക്ഷൻ കർദിനാൾ മാർസെല്ലോ സെമരാരോ മുഖ്യകാർമ്മികത്വം വഹിക്കും. കോഴപ്പണം നിഷേധിക്കുകയും അഴിമതിക്ക് കൂട്ടുനിൽക്കാതിരിക്കുകയും ചെയ്തതിനാലാണ് ഈ 26 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന യുവാവ് വധിക്കപ്പെട്ടത്. ചൈനയിലെ ഫൂഷോ അതിരൂപതയുടെ സഹായമെത്രാനായി ബിഷപ്പ് ജോസഫ് ലിൻ യൂൻഡാവനെ നിയമിച്ച് ലിയോ 14 പാപ്പ. ഇത് സംബന്ധിച്ച വിവരം വത്തിക്കാൻ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവിട്ടത്. പരിശുദ്ധ സിംഹാസനവും പീപ്പിൾ റിപ്പബ്ലിക് ഓഫ് ചൈനയും തമ്മിലുള്ള താൽക്കാലിക കരാറിന്റെ നടപടികൾക്കിടയിലാണ് ഈ നിയമനം. ചൈനയിലെ ഫൂജൻ പ്രവിശ്യയിലെ ഫൂഷോ രൂപതയുടെ സഹായമെത്രാനായാണ് ബിഷപ്പ് ജോസഫ് ലിൻ യൂൻഡാവനെ ലിയോ പാപ്പ നിയമിച്ചിരിക്കുന്നത്. പത്രോസിന് പിൻഗാമിയായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം ലിയോ പാപ്പ ചൈനയിൽ നടത്തുന്ന ആദ്യ നിയമനമാണിത്. ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവർക്ക് നേരെ തീവ്ര ഹിന്ദുത്വ ഗ്രൂപ്പുകൾ നടത്തുന്ന ആക്രമണങ്ങളുടെയും ഭീഷണികളുടെയും പശ്ചാത്തലത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ ഇടപെടൽ തേടി ക്രൈസ്തവ നേതാക്കൾ നിവേദനം സമർപ്പിച്ചു. രാഷ്ട്രീയ ക്രിസ്ത്യൻ മോർച്ചയുടെ നേതൃത്വത്തിൽ വിവിധ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ള ക്രൈസ്തവ പ്രതിനിധികൾ സംയുക്തമായി തയ്യാറാക്കിയിരിക്കുന്ന മെമ്മോറാണ്ടം ജൂൺ 9 മധ്യപ്രദേശിലെ ജബൽപൂർ ജില്ലാ കളക്ടർക്ക് കൈമാറി. നിവേദനം രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്കായി അയക്കുമെന്ന് കളക്ടർ ഉറപ്പു നൽകിയതായി 50 അംഗ സംഘത്തിന്റെ പ്രതിനിധി പറഞ്ഞു. സ്പെയിൻ പ്രധാനമന്ത്രി പെദ്രോ സാഞ്ചസുമായി ഫോണിൽ സംസാരിച്ച് ലിയോ 14 പാപ്പ. കുടിയേറ്റ പ്രതിസന്ധി, നിലവിലുള്ള സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചും മനുഷ്യാന്തസ്സിന്റെ സംരക്ഷണം എന്നിവയുൾപ്പെടെ ഇരു രാജ്യങ്ങൾക്കും പ്രധാനപ്പെട്ട വിഷയങ്ങളിലും ഇരുവരും ചർച്ച ചെയ്തു. ജൂണിൽ സ്പെയിനിലെ സിവിലിയിൽ നടക്കാനിരിക്കുന്ന വികസനത്തിനായുള്ള ധനസഹായത്തെക്കുറിച്ചുള്ള 4ാമത് അന്താരാഷ്ട്ര സമ്മേളനത്തെക്കുറിച്ചും ഇരുവരും സംസാരിച്ചു. ഒപ്പം പ്രധാനമന്ത്രി മാർപ്പാപ്പയെ സ്പെയിൻ സന്ദർശനത്തിനായി ക്ഷണിക്കുകയും ചെയ്തു. ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.